വെരി ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് 8:30 മണിക്ക് ഇറങ്ങിയിട്ടേ. ഇന്നൊരു 15-ാം തീയതിയാണ് ഇറങ്ങിയേക്കണത്. ഇന്ന് നമ്മുടെ ഏണിംഗ് ചലഞ്ചിൻ്റെ 9ാം ദിവസം. അവിടെ താക്കോലെടുത്തില്ലേ, മേളിലൊരു കായ. സോ ഗൈസ്, ഇന്ന് നമുക്ക് എത്ര രൂപ ഒപ്പിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കാടാ. ആദ്യം വണ്ടി മുമ്പോട്ടെടുത്തതിന് ശേഷം മാത്രം പുറകോട്ടെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് പിള്ളേർ. എന്നാലും ഒരു ഐശ്വര്യമുള്ളൂ എന്നൊക്കെയാണ് പറയണേട്ടാ. എല്ലാ ഡ്രൈവേഴ്സ് അങ്ങനെ തന്നെ ആയിരിക്കും. ഞാനും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഗൈസ്. സോ ഗൈസ്, ഇന്നത്തെ അവസ്ഥയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കടാ. ഞാനൊരു ഓൺലൈൻ ടാക്സി ഡ്രൈവറാണ്. ബാക്കി വഴിയെ നിങ്ങൾ കണ്ടോ. അപ്പോൾ ജാമറെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈറ്റർ. ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ ഊബറാണ് കേട്ടോ. ഊബറിലാണ് ഞാൻ ഓടുന്നത്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഏണിംഗ് ചലഞ്ചിലേക്ക് സ്വാഗതം. 9ാം ദിവസമാണെന്ന്. 8 ദിവസം ഞാൻ എത്ര രൂപ ഒപ്പിച്ചെന്നൊക്കെ ഉള്ളത് നമ്മുടെ വീഡിയോയിലുണ്ട്. സോ ഒരു 10 days ചലഞ്ചാണ് കൊടുത്തു വെച്ചത്. നമ്മളിപ്പോൾ 8 ദിവസം കഴിഞ്ഞ് ഇന്ന് 9ാമത്തെ ദിവസത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലെങ്ത് വീഡിയോ ആയിരുന്നു, പക്ഷേ അത് പകുതി വെച്ച് ഫ്ലോപ്പായിപ്പോയി. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. സോ ഗൈസ്, ഇന്ന് എന്തൊക്കെ സംഭവിക്കും, ഇന്ന് ഏതൊക്കെ കസ്റ്റമർ നമ്മുടെ അടുത്ത് കയറും, എന്തൊക്കെ വള്ളി വരും, എന്തൊക്കെ നല്ലത് വരും എന്നൊക്കെ നമുക്ക് കാണാടാ. അപ്പോൾ ചാമാരെ, നമുക്ക് ഫസ്റ്റ് ട്രിപ്പിലേക്ക് പോകാം. അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാ. നമ്മുടെ പെട്രോള് ഒരു ഘട്ടം കിടക്കുന്നുള്ളൂ. CNG ഒരു 4 ഘട്ടം ഉണ്ട് കേട്ടോ. സോ ഗൈസ്, നമുക്ക് ഒരു 1500 രൂപ പെട്രോൾ അടിക്കേണ്ടി വരും. പിന്നെ CNG അടിക്കേണ്ടി വരും. മാക്സിമം ഒരു 1200 രൂപ അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. സോ മാക്സിമം ഒരു 10,000-4000 രൂപ ഓടിയാലേ പരിപാടി നടക്കുള്ളൂ. ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് അടിച്ചിരിക്കുന്നു ഫ്രം എടക്കൊച്ചി. 2.1 കിലോമീറ്റർ പിക്കപ്പ്. സോ ലെറ്റ്സ് ഗോ. ദൈവമേ മാതാവേ കാത്തോടെ പോവാം. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഇത് ചെയ്തപ്പോൾ, കാർ വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ നമ്മുടെ ഈ മാറ്റ് വേറെ ആരുടെയോ മാറ്റ് എടുത്ത് എനിക്ക് ഇട്ടുതന്നേട്ടാ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു മച്ചാൻ്റെ തന്നെയായിരുന്നു, വിനോദ് എന്ന് പറഞ്ഞ മച്ചാനായിരുന്നു. മച്ചാൻ എൻ്റെ വണ്ടി കണ്ടപ്പോൾ എന്നെ വിളിച്ച്, എൻ്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ നൈസായിട്ട് മാറ്റ് മാറിപ്പോയിട്ടുണ്ട്, ലൊക്കേഷൻ അയച്ചാൽ മതി കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞാ. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല ബ്രോ, നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. അപ്പത്തെ ഇത് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കാരണം ഈ മാറ്റ് വാഷ് ചെയ്യണ സമയത്ത് ഇതിങ്ങനെ അടിച്ച് എല്ലാം കൂടിയാണ് ഒരുമിച്ചാണ് വെച്ചിരുന്നു തോന്നുന്നത്. ഞാനത് ശ്രദ്ധിച്ചില്ല. ഇതിൻ്റെ മേളിൽ അവരുടെ പരസ്യം കൊടുക്കാൻ വേണ്ടിയും പിന്നെ നമ്മൾ പെട്ടെന്ന് ചവിട്ടി കയറാതിരിക്കാൻ വേണ്ടിയും ഒരു പേപ്പർ കൊടുക്കുമല്ലോ വാഷിന്. അപ്പോൾ ആ പേപ്പറിൻ്റെ അടിയിലായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കൂല. പക്ഷെ മച്ചാൻ ശ്രദ്ധിച്ചായിരുന്നു. മച്ചാൻ വിളിച്ച് പറഞ്ഞു എൻ്റെ അടുത്ത്, ഇന്ന പോലെ മാറ്റ് മാറി സെറ്റാക്കാട്ടോന്ന് പറഞ്ഞു. അവർ ഓക്കെ, നോക്കിപ്പോൾ ഈ കസ്റ്റമറെ പോയി പിക്ക് ചെയ്തിട്ട് ബാക്കി കാണാടാ. ഞാൻ നോക്കിയപ്പോൾ അവിടെ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടാ. സോ ആദ്യമായിട്ടാണ് എനിക്കൊരു KSRTC ബസ് ഡ്രൈവർ എൻ്റെ അടുത്ത് പറഞ്ഞ് എടുത്തോന്ന് പറഞ്ഞു. നിർത്തി തന്നിട്ട് എടുത്തോളാൻ പറഞ്ഞു. എൻ്റെ അമ്മോ, ഫസ്റ്റ് ടൈം കേട്ടാ KSRTC ബസ് വണ്ടിക്ക് വേണ്ടി നിർത്തി തന്നേങ്ങള്. ഇത്രയും നല്ല ഡ്രൈവർമാരുണ്ടാ. ഇതെന്താണിത്? ഇതടുത്തത് അനുശ്രീ പണി തന്നു. റോങ് സൈഡ് കയറ്റിയതാണ്. ഒന്ന് നൈസായിട്ട് റോങ് സൈഡ് കയറ്റിയതാണ്. 8ൻ്റെ പണിയായിട്ട്. രാവിലെ എൻ്റെ വള്ളിയാണല്ലോ അനുശ്രീ. എന്താണ് ഇങ്ങനെ തുടങ്ങുന്നത്? ബ്ലോക്കായി, മൊത്തത്തിൽ ബ്ലോക്കായി. ട്രാപ്പ്. എടുക്കണല്ലോ, വള്ളിയാണോ? രാവിലത്തെ വള്ളിയാണോ? ഗൈസ്, ഇത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടാ. സമയം 9:21 മാക്സിമം ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു ഈ ട്രിപ്പ്. കല്ലൂർ ദേശാഭിമാനി റോഡിൻ്റെ അങ്ങോട്ടേക്കാണ് വന്നത്. സെറ്റ്
ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ്ട ഒരു ട്രിപ്പ് അടിച്ചേക്കണത്. ഈ കസ്റ്റമർ ഒരു ലേഡി കസ്റ്റമർ ആയിരുന്നേട്ടാ, ഒരു പാവം പിടിച്ചൊരു മേഡം ആയിരുന്നേട്ടാ. നമുക്കിനി നേരെ അതിൻ്റെ ഉള്ളിലോട്ടാണ് പോകേണ്ടത്, ദേശാഭിമാനി റോഡിലേക്ക് പോകേണ്ടത്. ഈ മേഡം ശരിക്കും പാലാരിവട്ടം മറ്റേ ആലിഞ്ചോട് വഴിയൊക്കെ കറങ്ങിയാണ്ടാ വരാറ്. ഞാനിപ്പോൾ ഇതിൽ ഷോർട്ട് കട്ട് കാണിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കൊണ്ടുപോയപ്പോൾ മേഡൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ സ്ട്രെയിറ്റ് ആണ് വരാറെന്ന് പറഞ്ഞു. ഒരു പാവം പിടിച്ചൊരു മേഡം കേട്ടോ. വലുതായിട്ട് പറയാനൊന്നുമില്ല, പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ചുമയായിരുന്നു. അപ്പോൾ ഞാൻ AC ഒന്ന് കുറച്ചിട്ട് കൊടുത്തു. അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത്. അത് ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എത്ര കിട്ടിയെന്ന് എനിക്കറിയില്ല, നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ഈ ട്രിപ്പും കൂടി എടുത്ത് എങ്ങനെ നോക്കാടാ. അടുത്ത റൈറ്റിലാണ്ടാ കസ്റ്റമർ ഇരിക്കണം. കസ്റ്റമർ ലൊക്കേഷൻ തെറ്റിച്ചിട്ടേക്കണത്. അമ്മയുടെ ഓഫീസിൻ്റെ സൈഡിൽ കൊല്ലംപറമ്പിൽ റോഡെന്നാണ് പറഞ്ഞേട്ടാ. ആ റോട്ടിൽ കയറാൻ പറഞ്ഞു. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ സെക്കൻഡ് ട്രിപ്പ് കവർ ചെയ്തിരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു പേഴ്സണൽ ഓട്ടം, അതായത് വലിയൊരു പേഴ്സണൽ ഓട്ടം ഉണ്ടാ, ചെറിയ ഓട്ടമല്ല, അത്യാവശ്യം വലിയൊരു ഓട്ടം. അതായത് നല്ലൊരു മേഡം വരുന്നുണ്ട് കാര്യം, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മേഡം ഒരു എഡിറ്ററാണ്. മീൻസ് CBSE ICC ബുക്കൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു എഡിറ്ററാണ്. അപ്പോൾ മേഡം ഫുൾ ട്രാവലിംഗ് ആയിരിക്കും. മേഡം എൻ്റെ അടുത്ത് ചോദിച്ച് ഫെബിൻ്റെ ബുക്ക് ഉണ്ടോ, മീൻസ് ബില്ലുണ്ടോ എന്ന് ചോദിച്ചു, നമ്മുടെ ടാക്സി സംബന്ധമായിട്ട് എഴുതണം. ഞാൻ പറഞ്ഞു യെസ് ഉണ്ട്, ഫെബിൻ്റെ നമ്പർ എനിക്ക് വേണം, നമുക്ക് കുറച്ച് സ്ഥലത്ത് പോകാറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നൈസായിട്ട് നമ്മൾ കമ്പനി അടിച്ചിട്ടാണ് വന്നത്. നല്ലൊരു മേഡം വരുന്നേട്ടാ, എന്താ പറയുക, ഹാപ്പി, നല്ലൊരു കസ്റ്റമർ. അങ്ങനെ നമ്മൾ 436 റുപ്പീസ് 9th ഡേ ഏണിംഗ് ചലഞ്ചിൽ സമ്പാദിച്ചിരിക്കുകയാണ് ഗൈസ്. വിത്ത് വലിയൊരു ഓട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിവേ ഇനി സാറ്റർഡേ മേഡത്തിനെ കാണാൻ പറ്റും. യെസ്, മേഡം എൻ്റെ അടുത്ത് പറഞ്ഞു ചെറിയ പാക്കേജ് ട്രിപ്പൊക്കെ വരുമ്പോൾ നമുക്ക് പോവാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മേഡം. അങ്ങനെ നല്ല കമ്പനി ആയിട്ടാണ് മേഡത്തിൻ്റെ അടുത്ത്. സോ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നമ്മൾ മാക്സിമം സംസാരിച്ച് അങ്ങനെ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുള്ളൂ, മനസ്സിലായോ? അങ്ങനെയാണ്. ഞാനിപ്പോൾ കളമശ്ശേരി മറ്റേ HMT ഭാഗത്താണ് നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് CNG അടിക്കാം നമുക്ക്. CNG ഇപ്പം മണ്ടോളാം. ഇവിടെ നിന്ന് CNG അടിച്ച് ഫുള്ളാക്കിയിട്ടിട്ട് ബാക്കി നോക്കാട്ടോ ഗൈസ്. അങ്ങനെ 518 രൂപക്ക് അടിച്ച് CNG ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായില്ല, ഒരു കട്ടയും കൂടി കയറാനുണ്ടായിരുന്നു, പക്ഷേ പ്രഷർ കുറവായിരുന്നു, അതുകൊണ്ടാണ്. സോ നമ്മൾ 436 രൂപ ഒപ്പിച്ചിട്ടുണ്ട്. കളമശ്ശേരിയിൽ ഇതിലേക്ക് കൂടി വരുമ്പോൾ നല്ലൊരു ഫീലാണ്ടാ. മരങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ്, എന്ത് രസമാണല്ലോ കാണാൻ. ടയറിൻ്റെ അവിടെ നിന്ന് ചെറിയ കട്ട സൗണ്ട് അടിക്കുന്നുണ്ട്. പഞ്ചറായി നോക്കട്ടെ കേട്ടോ. നോക്കിയിട്ടൊന്നും കാണാനുള്ള, എനിക്ക് തോന്നണ ഈ റോഡിൻ്റെ സൗണ്ടാണെന്ന് എനിക്ക് തോന്നണം കേട്ടോ. വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര കട്ട എന്ന് അടിച്ചുകൊണ്ടിരിക്കണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം പഞ്ചറായപ്പോൾ സാധനം കയറി ഇരുന്നേച്ച് വണ്ടി ഓടുന്നതോറും അതിൻ്റെ സൗണ്ട് കട്ട ആ ഒരു മെമ്മറി കിടക്കണോണ്ടേ. എയറൊന്നും പോയിട്ടില്ല, പക്ഷേ ഒരു സൗണ്ട് ഉണ്ട് കണ്ടോ. ഈ റോഡിൻ്റെ ആണെന്ന് എനിക്ക് തോന്നണം. ഞാനിപ്പോൾ വേറെ വണ്ടി പോയപ്പോഴും ആ സൗണ്ട് ഇങ്ങനെ നിരീക്ഷിക്കണമായിരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഓഫാക്കിയിട്ടാലും ഈ സാധനം ഉണ്ട്, ചൂടെടുക്കൂല. നേരത്തെ ഫുൾ ടൈം AC-ലൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് CNG ഒക്കെ ഷോർട്ട്. ഇനിയിപ്പോൾ സാധനം ഓണാക്കി ഇട്ടാൽ മതി. നൈസ്, പൊളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ എൻ്റെ ലൈവ് ലൊക്കേഷൻ കിട്ടുമോടാ. കാരണം ഞാൻ ലൈവ് ലൊക്കേഷൻ ഇടാൻ കാരണം വേറെ ഒന്നുമല്ല, കുറേ മച്ചന്മാർ നമ്മളെ വിളിച്ചിട്ട് ബ്രോ അങ്കമാലി ഭാഗത്തുണ്ടെങ്കിൽ ഒരു എയർപോർട്ടോട്ടും ഉണ്ട്, പിന്നെ എടപ്പള്ളി ഭാഗത്തുണ്ടെന്നുണ്ടെങ്കിൽ വടതലിയിലേക്ക് ഓട്ടമുണ്ട്, അങ്ങനെയൊക്കെ കുറേ മെസ്സേജൊക്കെ വരാറുള്ളതുകൊണ്ട് നമ്മൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിലിപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ 10-200 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് എൻ്റെ ലൊക്കേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നോക്കിയാൽ മതി. ഞാൻ ഡെയിലി രാവിലെ ഇറങ്ങാൻ നേരത്ത് ലൊക്കേഷൻ ഇടോട്ടാ. അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ നോക്കി എന്നെ ട്രിപ്പ് വിളിക്കാൻ സാധിക്കും.
അല്ലെങ്കിൽ ഇപ്പോൾ ഈ അങ്കമാലിയിലോട്ടൊക്കെ ഞാൻ കൊച്ചിയിൽ നിന്ന് കാലിയോടി വരല് അത് നടപടിയാത്ത കേസാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയൊക്കെയുള്ള ട്രിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അച്ഛന്മാരെല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഊബർ പരമായിട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കുറേ പ്രൊഫഷണൽ ഡ്രൈവേഴ്സൊക്കെ ഉള്ള ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് ചോദിക്കാം. നമ്മുടെ മച്ചാന്മാരൊക്കെ റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ നടപ്പ്. സോ ജോയിൻ ചെയ്യുക. കാരണം എനിക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ റിപ്ലൈ കൊടുത്ത് ഒരേ ചോദ്യമാണ് എല്ലാവരും ചോദിക്കണത്. അപ്പോൾ റിപ്ലൈ കൊടുത്ത് എനിക്ക് തന്നെ മെൻ്റലി ആകെ തകർന്നു പോയി. റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ വിചാരിക്കും ഇവൻ ഭയങ്കര ഷോ ആണെന്ന് വിചാരിക്കും. മനസ്സിലായ? അപ്പോൾ എനിവേ ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങണതാണ് എന്തുകൊണ്ടും സെറ്റപ്പ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ഗ്രൂപ്പ് തുടങ്ങിയത്. ഇൻ കേസ് ഇപ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൽ ഗ്രൂപ്പിലിട്ടാൽ മതി. ഫ്രീ ആകുമ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റും. അതുകൂടാതെ അതിൽ കുറേ ഡ്രൈവേഴ്സ് ഉണ്ടാവും, അവരോട് നിങ്ങൾക്ക് ചോദിക്കാട്ടാ. സോ ജോയിൻ ചെയ്യാട്ടാ. പിന്നെ വീഡിയോ കാണുന്ന ടാക്സി ഓടിക്കാത്ത മച്ചാന്മാരും കസ്റ്റമേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും ജോയിൻ ചെയ്യാട്ടാ. നിങ്ങൾക്ക് പെട്ടെന്നൊരു ടാക്സി വണ്ടി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് ലൊക്കേഷൻ നോക്കിയിട്ട് ഏതെങ്കിലും ഡ്രൈവറിനെ കണക്ട് ചെയ്യാട്ടാ. അപ്പോൾ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഐസ് ഞാൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇങ്ങോട്ട്. അയ്യോ, നമ്മുടെ ആ വീഡിയോ തുടങ്ങണ ആ സമയം മുതൽ ഞാൻ കാണിക്കുമായിരുന്നു ഈ ഫ്ലാറ്റ്. ഇപ്പോൾ റീൽസൊക്കെ ഇട്ട് ഈ ഫ്ലാറ്റ് ഇപ്പോൾ വൈറലാണ്. എന്ത് രസമല്ല കാണാൻ, കാട് പിടിച്ച് കിടക്കുന്ന ഫ്ലാറ്റ്. കളമശ്ശേരി കിടന്നിട്ട് ട്രിപ്പ് ഒന്നടിക്കുള്ള കേസ് കുറേ നേരം ഞാൻ നിന്നു. പിന്നെ ഈ സൈഡിങ്ങാട് പോകുന്നില്ല, എനിക്ക് പ്രാന്ത് പിടിച്ചിട്ട്. ഇപ്പം നമ്മൾ ആ ടോളിൻ്റെ അവിടെ എത്താറായി. മിൽമ അവിടെ എത്തി. കുറച്ചേരം ഇവിടെ എവിടെയെങ്കിലും കിടക്കാം. എന്താണ് കേസ് ട്രിപ്പ് എന്ന് പറഞ്ഞ സാധനം ഇല്ലേ? ഷോ അല്ല, എന്താ ട്രിപ്പ് ഇല്ലാത്ത? കുറേ നേരമായിട്ട് വെറുതെ ഇരിക്കണത്. കേസ് ഒരു ട്രിപ്പ് അടിച്ചാണ് കേട്ടോ. റോഡ് അങ്ങോട്ട് മനസ്സിലായില്ല. ഇവിടെ എവിടെയോ നിൽക്കണേന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം. പെട്ടെന്ന് നോക്കിയപ്പോ റോഡ് അങ്ങോട്ട് മനസ്സിലായില്ല. 600 മീറ്റർ ഇപ്പുറത്താണ്. ഓക്കെ, സെയിം കറക്റ്റ് വഴിയാണ്ടോ നമ്മൾ കയറിയത്. കസ്റ്റമർ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടാ, ഒന്ന് പോസ്റ്റാണെന്ന് പറഞ്ഞു. കുറച്ച് നേരം നിൽക്കാൻ പറഞ്ഞിട്ടാ. ആ കസ്റ്റമറെ നമ്മുടെ അമൃത ഹോസ്പിറ്റലിലെ വഴിയിൽ കൊണ്ടാക്കിയിട്ടാ. അത് കഴിഞ്ഞ് വേറൊരു ട്രിപ്പ് കൂടി അടിച്ചിട്ടാ. ഒരു ജസ്റ്റ് ഒരു 10 മിനിറ്റ് പോസ്റ്റ് അടിച്ച്. ഇതൊരു പൊതുവഴിയല്ലാന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നിന്നാണ് എനിക്ക് ട്രിപ്പ് അടിച്ചത്. ദൈവമേ, ഇത് ഏത് വഴിയാണത്? ആരുടെയോ ഫ്ലാറ്റിൻ്റെ അയ്യോ വഴിയില്ലേ? ആ വഴിയുണ്ട്. ഇതിൻ്റെയൊക്കെ ഇവിടെ വഴി കൂടിയൊക്കെ ഉണ്ടാവുന്നത്. ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കസ്റ്റമറെ കൊണ്ട് ഇറക്കിയിട്ടാ. അപ്പോൾ അതിന് അടുത്ത ട്രിപ്പ് വന്നിട്ടാ. എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല. എന്തായാലും ഈ ഇപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്ന് തന്നെ വന്നേക്കാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓ മൈ ഗോഡ്, തൊട്ടടുത്ത് തന്നെ അടിച്ചേക്കാണ് ഗൈസ്. ആ കസ്റ്റമർ ഇറക്കിയിട്ടാ. കസ്റ്റമർ ഇറങ്ങി 130 രൂപയുള്ള ജസ്റ്റ് 2 കിലോമീറ്റർ ഉണ്ടാകുന്നുള്ളേ. അപ്പം നമ്മൾ സമ്പാദിച്ചേക്കണത് 983 രൂപേട്ടാ. മാക്സിമം ഒരു 6 ട്രിപ്പ് നമ്മൾ കഴിഞ്ഞു. അപ്പം ഞാനിവിടെ കൊണ്ട് ഡ്രോപ്പ് അടിച്ചപ്പോൾ ഫ്രണ്ടിൽ ഒരു മച്ചാൻ ഇതിലേ കൂടി കറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണേ, ബ്രോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ പറയാം എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ, ബ്രോ റെൻറ്റിന് കൊടുക്കണ ആരെങ്കിലും പരിചയമുണ്ടോ? ഞാൻ പറയാം എനിക്ക് പരിചയമില്ല ബ്രോ. റെൻറ്റിന് ചോദിച്ചാൽ എന്തോരം പേരാ വിളിക്കണേന്നറിയോ? റെൻറ്റിന് കൊടുക്കണ ആരെങ്കിലും പരിചയമുണ്ടാകും. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും റെൻറ്റിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാട്ടാ. നമുക്ക് സെറ്റാക്കാം. എനിക്ക് ചെറിയ കമ്മീഷൻ തന്നാൽ മതി, സീനൊന്നുമില്ലെന്ന്. കുറേ പേരുണ്ട്, കുറേ പേര് ചോദിക്കുന്നുണ്ട് റെൻറ്റിന് വണ്ടി ഉണ്ടോ എന്ന്. അയ്യോ ഗൈസ്, ഊണ് കഴിക്കണ മുമ്പേ നമുക്കൊന്ന് യൂറിനേറ്റ് ചെയ്തിട്ട് വരാം. ഇന്നലെ ഒരു ലോട്ടറി എടുത്തതാണ്. ഇന്നലെ എടുത്തല്ലടാ, മിനിഞ്ഞാന്നെടുത്താണ് ഗൈസ്. ഒരു മണിക്കൂറിനടുത്ത് ഞാനവിടെ നിന്നിട്ടാ. ട്രിപ്പൊന്നും കിട്ടിയില്ല. ശോകം.
പതുക്കെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണം, കളമശ്ശേരി ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഉച്ച സമയത്തൊക്കെ ശോകമാണ് ഈ ഏരിയയിൽ. മാക്സിമം ഈ ഏരിയയിലൊന്നും നമ്മുടെ ഈ ആലുവ കഴിഞ്ഞിട്ടുള്ള CNG പമ്പില്ലേ അവിടെ നിൽക്കരുത് കേട്ടോ. അവിടെ നിന്നിട്ട് എനിക്ക് ഇതേവരെ ഒരു ട്രിപ്പ് കിട്ടിയിട്ടില്ല. ഇന്ന് ഇവിടെ കയറി ഫുഡ് അടിക്കാടാ, ഹോട്ടൽ മെസ്ബാൻ കളമശ്ശേരി. നൈസ് ഫുഡ് അടിച്ച് വന്ന് ഇരുന്ന് നമുക്ക് മറ്റേ ഫാനില്ലേ, ഈ ഫാനിൻ്റെ കുറച്ച് എൻക്വയറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എൻക്വയറി നോക്കി നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടാ. 1 മണിക്കൂറായി ഇവിടെ നിന്നിട്ട് ഇപ്പോഴാണ് ട്രിപ്പ് അടിക്കണത്. ട്രിപ്പ് എങ്ങോട്ടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോ പാർക്കിനെ കണ്ടണ്ട ഗൈസ്. ഞാൻ എത്തിയേക്കണത് കാക്കനാട്, നമ്മുടെ തൃക്കാക്കര ഭാഗത്തുള്ള ഇൻഫോ പാർക്ക് റോഡില്ലേ, അവിടെയുള്ള ഒരു അഭയ കേന്ദ്രത്തിലാണ് ഞാൻ വന്നേക്കണത്. നമുക്ക് ഇൻഫോ പാർക്കിൻ്റെ അവിടെ തന്നെ പോയി നിൽക്കാട്ടോ. 2:45 ട്രിപ്പ് കിട്ടുമോയെന്നറിയില്ല, എന്നാലും ഇൻഫോ പാർക്കിൻ്റെ അവിടെ തന്നെ പോയി നിൽക്കാം. എൻ്റെ മനസ്സ് പറയുന്ന ട്രിപ്പ് കിട്ടുമെന്ന്. അടുക്കൽ ഇത്തിരി റിസ്ക്കാണ്. ഒരു പ്രായമുള്ളൊരു ചേട്ടനായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി കയറിയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഓൺലൈൻ വഴി ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂരിൽ നിന്നാണ് ആരോ ചെയ്ത് കൊടുത്താണ്, ബുക്ക് ചെയ്ത് കൊടുത്താണ് ചേട്ടന്. അപ്പോൾ ഓൺലൈനാണ്. അവർ കയറിയപ്പോൾ തന്നെ ലൗഡ് സ്പീക്കർ ഇട്ടാണ്. അപ്പോൾ പുള്ളിക്കാരനോട് പറയണ പേയ്മെൻറ്റ് കൊടുക്കണ്ട, ഓൾറെഡി ക്യാഷ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ ശരിയെന്ന് പറഞ്ഞ് പോയി. ഞാൻ നോക്കിയപ്പോൾ ഇതിൽ കളക്ട് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണിക്കണം. ഞാനപ്പോൾ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ പേയ്മെൻറ്റ് ആയിട്ടില്ല, ഒന്ന് വിളിച്ച് ചോദിച്ചതിന് ശേഷം എനിക്ക് തന്നായെന്ന് പറഞ്ഞു. അവർ വിളിച്ച് ചോദിച്ചപ്പോൾ ആ കാർഡ്ലെസ് ആണ്, പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ആ ചേട്ടനെ 250 രൂപ മേടിച്ച്. അങ്ങനെ ഒരു ചേച്ചി, ഒരു പ്രായമായിട്ടുള്ള ഒരു ചേച്ചി അവിടെ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചീൻ്റെ അടുത്തേക്ക് ആ ചേട്ടൻ പോയി. ഭാര്യയാണെന്ന് തോന്നണം. എനിവേ കൂർഗിലൊക്കെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ ചേട്ടൻ. ബാംഗ്ലൂരാണ് അവർ താമസിക്കുന്നത്, കോട്ടക്കിലൊക്കെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ചെറിയ ടോക്കിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടോ. നല്ല കസ്റ്റമറായിരുന്നു, നല്ല സീനൊന്നും ഇല്ലായിരുന്നു. 2:47 1137 രൂപ കിട്ടിയിട്ടുള്ളൂ നമ്മൾ ഇത്ര നേരമായിട്ട്. ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കാം. ഇനി ഇവിടെ നിന്ന് ഒരു കൊച്ചിയിലേക്ക് ഒരു ട്രിപ്പ് കിട്ടിയാൽ സെറ്റായിരുന്നു. ഈ മുളങ്കാട്ടി കയറ്റിയിട്ടാലോ. ചെറിയ വെയിലുണ്ട്, എന്നാലും വലിയ സീനില്ലട്ടാ. ചെറിയ തടാകവും മുളങ്കാടും എല്ലാം ഉണ്ട് ആ ഒരു സ്ഥലത്ത്. എനിക്ക് ഒതുക്കാൻ കിട്ടിയിട്ടുണ്ട്. ചെറിയ തടാകം എന്നൊക്കെ മുളങ്കാട്ടിലോട്ട് കയറ്റിയിട്ടേക്കാം. തടാകത്തിൽ പോയിരുന്നാൽ മതി. ഓക്കെ, സെറ്റ്. ഒന്നും കൂടി. യെസ് ഗൈസ്, പിന്നെ അടുത്ത ട്രിപ്പ് വന്നിട്ട് കാണാം ഗൈസ്. കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ ഗൈസ്. റെസ്റ്റ് എടുക്കാൻ ടൈം കിട്ടിയില്ല, അപ്പം തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ട്രിപ്പാണ് ഇത് തന്നെ. ഇൻഫോ പാർക്കിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയുള്ള ട്രിപ്പാണ്. 100 മെസ്സേജ് അയച്ചിടാ, പെട്ടെന്ന് വാന്ന് പറഞ്ഞ പോസ്റ്റായി തോന്നുന്നു. കസ്റ്റമർ എത്തി, കസ്റ്റമർ ഐ ആം കമ്മിങ്. ഇതിൻ്റെ ഉള്ളിലോട്ട് ആദ്യമായിട്ടാണ് കാരണം സ്മാർട്ട് സിറ്റി കൊച്ചി. ഞാൻ നേരെ ഓടിച്ചു പോയതാണ്, ആ വഴി കൂടി കറക്കി കയറ്റി. ഹായ് ഗൈസ്, ഒരു മലയുടെ മേളിലാണ്ടാ കൊണ്ടു നിർത്തിയത്. ആടാ കാക്കനാട് തന്നെ ഉണ്ടാ, നമ്മുടെ തെങ്ങോടില്ലേ, തെങ്ങോടിൻ്റെ ഇപ്പുറത്തോട്ടുള്ളൊരു സൈഡാണ് ഇത്. വന്ന വഴിക്ക് നല്ല രസമുണ്ടാ, അപ്പുറത്തിപ്പുറത്തും നല്ല പാടങ്ങളും. ഞാൻ കാണിച്ചു തരാട്ടാ. ഇത് നമ്മുടെ ഇൻഫോ പാർക്കിൽ നിന്ന് കയറിയ ഒരു മേഡം വരുന്നുണ്ടാ. പുള്ളിക്കാരത്തി ഫോണിൽ തന്നെ സംസാരിച്ചിരിക്കണമായിരുന്നു. അവിടെ ഡ്രോപ്പ് ഇട്ടു, നത്തിങ് മച്ചൊന്നും പറയാനില്ല. 170 റുപ്പീസാണ് എനിക്ക് കിട്ടിയേക്കണത്. അതിൽ ഊബർ എല്ലാം പിടിച്ച് നമുക്കിപ്പോൾ ടോട്ടൽ 1289 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. സമയം 3:15. വലിയ ട്രിപ്പൊന്നും കിട്ടിയില്ല, അതാണ് ഏറ്റവും വലിയ സങ്കടം. ശോകമാണ് ഇന്നത്തെ ദിവസം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഒരു 1800 ഒപ്പിച്ച് നിൽക്കേണ്ട സമയമായി. 2500 നമ്മൾ ഒപ്പിക്കണതാണ്. ഇന്ന് ഭയങ്കര ചെറിയ ചെറിയ ട്രിപ്പാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം ഓടാട്ടോ, നമുക്ക് ടൈമൊന്നുമില്ല.
മാക്സിമം നമുക്ക് എത്ര ഒപ്പിക്കാൻ പറ്റും ഇത്ര നമുക്ക് ഒപ്പിക്കാട്ടാ. മുട്ട വണ്ടി ഇരിക്കണ്ടല്ലോ, മുട്ട പൊട്ട് വെറുതെ. അല്ല ഇവിടെ ഒരു ചായക്കടയുണ്ട്. ചായക്കടയിൽ നിന്ന് പാടത്ത് നോക്കിയിരുന്ന് ചായ കുടിക്കാം. അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നൈസ്. ചിറ്റേക്കര ബണ്ട് റോഡ് അതാണ് സ്ഥലം കേട്ടോ. ബട്ട് ദിസ് ബണ്ട് റോഡ് വാസ് വെരി നൈസ് കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. ഞാൻ വന്നപ്പോൾ ഈ കയറ്റമൊക്കെ അവിടുത്തെ കയറ്റമൊക്കെ ഞാൻ 3rd ഗിയറിലിട്ടാണ് കയറ്റിയത്. ചവിട്ടി അങ്ങോട്ട് പിടിച്ചാൽ മതി കേസ്, വണ്ടി കയറിക്കോളും. നേരത്തെ CNGക്ക് ചെറിയ പവർ കുറവായിരുന്നു. ഇപ്പോൾ വണ്ടി 3ഡിലും 4ത്തിലൊക്കെ അത്യാവശ്യം നല്ലോണം കയറുന്നുണ്ട് കേട്ടോ. നേരത്തേക്ക് ഞാൻ സെക്കൻഡ് ആയിരുന്നു. ഇപ്പം നല്ലോണം കയറുന്നുണ്ട് കേട്ടോ. തെങ്ങോടാണ്, തെങ്ങോട് കണ്ടോ. 3ഡിൽ തന്നെ അങ്ങോട്ട് കയറി അങ്ങോട്ട് പോയിക്കോളും. വെച്ച് ചവിട്ട് വന്നാൽ പോയി. ആ ഒരു കയറ്റത്തിൽ തന്നെ അവിടെ കയറണേകളാ ഇങ്ങനെ നിന്നോളും. അതിൻ്റെ ഇടയിൽ ഫ്രണ്ടിൽ വന്ന് വണ്ടി ചവിട്ടിക്കഴിഞ്ഞ പോയി മോനെ. ആനക്കുളം ലൈൻ. എങ്ങോട്ടേക്കാണ് നോക്കട്ടെ. അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ടാ. ഐ തിങ്ക് നമ്മ വന്ന വഴി തന്നെയാണ് നോക്കണ്ട. അല്ല ചെറിയ ട്രിപ്പാണെന്ന്. ഓക്കെ പോയി പിക്ക് ചെയ്യാം. 3.5 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഒരു ട്രിപ്പ് അടിച്ചേക്കണം. എൻ്റെ ദൈവമേ. ഗൈസ്, ആ കസ്റ്റമറെ നമ്മുടെ തൃപ്പൂണിത്തറ ബാറിൻ്റെ അവിടെ കൊണ്ട് ഇറക്കിയിട്ടാ. ഒരു ഹിന്ദി വാല കസ്റ്റമറായിരുന്നു. പുള്ളി വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു സിഗരറ്റ് വലിച്ചോട്ടെ ഉള്ളിരുന്നു ചോദിച്ചു. ഞാൻ പറയാം എൻ്റെ പൊന്നെ സാറേ, പിന്നെ ഒരാളും കയറൂല വണ്ടിയിൽ, ഭയങ്കര സ്മെല്ലായിരിക്കും പിന്നെ പോകാൻ. പക്ഷേ അയാൾ എന്നിട്ട് പുറത്തുനിന്ന് വലിച്ചില്ല. ഞാൻ പറഞ്ഞു സോറി എന്ന് പറഞ്ഞപ്പോൾ അയാൾ പുറത്തുനിന്ന് വലിച്ചിട്ട് കയറി. പക്ഷെ കയറി കഴിയുമ്പോഴും ഒരു ഇതുണ്ടാവുമല്ലോ സ്മോക്ക് ചെയ്തതിൻ്റെ. മാറിയിട്ടില്ല. ഞാൻ വന്ന വഴിക്ക് കുറച്ചൊക്കെ തുറന്നിട്ട് കളഞ്ഞു. അതിലിടങ്ങേറുണ്ട്. പുള്ളി ആ ബാറിലോട്ട് കയറിപ്പോയിട്ടാ. നമ്മുടെ തൃപ്പൂണിത്തറ അവിടെ ചെയിൻ സ്മോക്കറാണെന്ന് തോന്നുന്നു പുള്ളി. അവിടെ നല്ല വലിയാൻ, ഇപ്പോഴും വലിയാൻ. എൻ്റെ അമ്മോ, ചീത്ത സിഗരറ്റ് വലിയാൻ. ഞാൻ വിചാരിച്ചു ഉള്ളിൽ കയറിയിരുന്ന് വലിക്കുമെന്ന്, കബൂറാവുമെന്ന് വിചാരിച്ചു. പക്ഷേ കബൂറാക്കില്ല കേട്ടോ. പുള്ളി പുറത്തുനിന്ന് വലിച്ചിട്ട് കയറാട്ടോ. ഒരു 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞു. നിന്ന നിപ്പിൽ 2 സിഗരറ്റ് ഒന്ന് വലിച്ചു തീർത്തു പുള്ളി. ഇപ്പം അവിടെ നിന്ന് വലിക്കണണ്ട. ആ പുള്ളിയാണ്. ആ മിററിൽ കൂടി നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. മുഖം കാണൂല, സിഗരറ്റ് വലിക്കണം. എൻ്റെ പൊന്നോ, ഒടുക്കത്തെ വലി. അപ്പം നമുക്ക് 1579 രൂപയായി. 4 മണിയായി. ഓ, ഉറക്കം വരണ്ട് ഗൈസ്. ഭയങ്കര ബോറടി, ശോകം. കസ്റ്റമറൊന്നും അങ്ങോട്ട് ശരിയായില്ല. ഇന്നത്തെ നല്ല കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്തിരി ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചത് ആ എഡിറ്റർ മാഡമാണ്. മാഡം എൻ്റെ നമ്പർ മേടിച്ച് മിസ് കോൾ അടിച്ചിട്ടാണ്. ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. മാഡം അപ്പോൾ മാഡത്തിൻ്റെ ട്രിപ്പ് ഉണ്ടാവും. ഇനി കഥയൊക്കെ പറഞ്ഞാൽ നമുക്ക് പോവാം, അതൊക്കെ വ്ളോഗാക്കാം. നമുക്ക് ശനിയാഴ്ച ഒരു ട്രിപ്പ് ഉണ്ട് കേട്ടോ. മാഡം വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ശനിയാഴ്ച ചിലപ്പോൾ ട്രിപ്പ് ഉണ്ടാവും. പിന്നെ വർക്കലയിലോട്ട് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി. അല്ലെങ്കിൽ ഞാൻ വിളിച്ചാനേന്ന് പറഞ്ഞു പുള്ളിക്കാരത്തി. എന്നാൽ കയറിയതിൽ നല്ല കസ്റ്റമർ മാഡം കേട്ടോ. സോ ഗൈസ്, പോസ്റ്റാണ്. ഇനി അടുത്ത ട്രിപ്പ് വന്നിട്ട് കാണാം. രാവിലെ 9 മണിക്ക് ഇറങ്ങിയിട്ട് 1579 രൂപ ആക്കിയിട്ടുള്ളൂ കേട്ടോ. 2-2.5 മണിക്കൂറോളം വെറുതെ പോസ്റ്റ് അടിച്ച് നടന്നു. ഗൈസ്, ഒരു ട്രിപ്പ് അടിച്ചിട്ട് എനിക്ക്, പക്ഷേ ലൊക്കേഷൻ കാണിക്കണത് ഞാൻ നിൽക്കണ സ്ഥലത്ത് തന്നെ. അപ്പോൾ ഞാനിപ്പോൾ വിളിച്ച് നോക്കിയിട്ട് പുള്ളിക്കാരനെ. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ബ്രോനെ കണ്ട് ഞാനിപ്പോൾ അങ്ങനെ നടന്നു വരാമെന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 1700 ആയിട്ടോ, 1698 രൂപയുടെ നല്ലൊരു കസ്റ്റമറായിരുന്നു. നമ്മുടെ ആ ബാറിലെ സ്റ്റാഫായിരുന്നു കേട്ടോ. ഞാൻ നിന്ന് വെച്ചില്ലേ, ആ ബാറിൻ്റെ പേര് മറന്നുവല്ലോ. ആ ബാറിലെ സ്റ്റാഫായിരുന്നേ പുള്ളി. അപ്പോൾ ഊബർ ഓടിയിട്ട് എത്ര രൂപയൊക്കെ ഒപ്പിക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചു. എല്ലാവർക്കും അതാണ് കേട്ടോ അറിയേണ്ടത്. ഞാൻ പറഞ്ഞു
എല്ലാം കഴിഞ്ഞ് ഒരു 1000 രൂപ ഒപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇന്നിപ്പോൾ കിട്ടിയേക്കണ എല്ലാം കഴിഞ്ഞിട്ട് ഒരു 1000 രൂപ 700 രൂപ CNG അടിച്ച്. പക്ഷെ CNG തീർന്നു. ഇനി 4 കട്ടയും കൂടി ഉള്ളു. 81 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4 കട്ടയുണ്ട് കേട്ടോ. അത് നമുക്ക് CNG അടിക്കാനുള്ള ആവശ്യമുണ്ട്. 1700 ശോകമുണ്ട് ഇന്നത്തെ ദിവസം. ഇവിടെ എവിടെയെങ്കിലും കിടക്കാം. അച്ഛാ നല്ല കമ്പനിയായിരുന്നല്ല. 127 രൂപയാണ് കാണിച്ചത്. അച്ഛാ 150 രൂപ ഇട്ടാണ്. ടിപ്പ് പൈസ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടാ. ബാക്ക് സൈഡിൽ നിന്നാണ്ട. ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ എപ്പോഴും പോയി പിക്ക് ചെയ്യാറുള്ള ഒരു ഫ്ലാറ്റിൽ നിന്നാണ്ട പോവാം. പിക്ക് ചെയ്യാം. തൃപ്പൂണിത്തറയിലേക്കാണ് കാണിച്ചത്. എല്ലാം ചെറിയ ചെറിയ ട്രിപ്പാണ് നമുക്ക് അടിക്കണേ. സോ ഗൈസ് ഇതും കൂടി പിക്ക് ചെയ്യട്ടെ ഗൈസ്. തൃപ്പൂണിത്തറ എന്നിട്ട് എനിക്ക് ട്രിപ്പൊന്നും അടിക്കണം കേട്ടോ. ഇപ്പം നല്ല 5:08 സമയം. ഈ സമയത്തൊക്കെ ശരിക്കും തൃപ്പൂണിത്തറയിൽ അടിക്കേണ്ടതാണ്. കുറച്ച് നേരം നിന്ന് നോക്കി. പിന്നെ അവിടെ ഭയങ്കര ബ്ലോക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ടാ. ഭയങ്കര നടുവേന ഗൈസ്. എന്താണെന്നറിയില്ല. സീറ്റിങ് അങ്ങോട്ട് ശരിയാള. ഇനി നടുവിൻ്റെ അവിടെ വെക്കണ ഒരു കുഷ്യൻ പോലത്തെ സാധനമുണ്ട്. അത് മേടിച്ച് വെക്കണം. ഇപ്പം 2 ദിവസമായിട്ടാണ് എനിക്കിങ്ങനെ നടുവേന വന്നത്. ഇങ്ങോട്ടാ മരട്. എവിടെ നിൽക്കണം മോനെ? നോക്കിലാണോ? നമ്മൾ പോകുന്ന വഴി തന്നെ. രക്ഷപ്പെട്ടോ. സെറ്റപ്പ് പോണ വഴിക്ക് എടുത്തിട്ട് പോവാം. കസ്റ്റമറെ പിക്ക് ചെയ്യട്ടെ ഗൈസ്. ബ്ലോക്കാണ് ഗൈസ്. ഇന്നത്തെ പരിപാടി ഞാൻ നിർത്തണേണ്ട. ഇപ്പം സമയം 5:45. നമ്മുടെ തേവരപ്പാലത്തിൽ വണ്ടി ഇടിച്ചിട്ടുണ്ട്. ഫുള്ള് ബ്ലോക്കാണ്. തൃപ്പൂണിത്തറയിൽ നിന്ന് ഞാൻ ഇവിടെ എത്താൻ പറ്റിയ സമയം. ഇപ്പം കയറിയ സാറല്ലേ സിമെൻറ്റിൻ്റെ ഒക്കെ ഡിസ്ട്രിബ്യൂട്ടറാണ് കേട്ടോ. മനസ്സിലായില്ലേ? ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ പള്ളുരുത്തിയിലാണ് വീടെന്ന് പറയുമ്പോൾ പള്ളുരുത്തിയിൽ സിമെൻറ്റ് കടകളിലൊക്കെ പേര് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞ് ഞാൻ അവിടെ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ നല്ലൊരു മനുഷ്യൻ കേട്ടോ. അതായത് പുള്ളിക്ക് പ്രകൃതിനോട് ഇണങ്ങി ജീവിക്കണം. പുള്ളിയുടെ വീട് ശരിക്കും തൃപ്പൂണിത്തറയിലായിരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കഥയാണ് ഞാൻ പറയണത്. അതായത് പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല സാറിൻ്റെ. പക്ഷേ മനുഷ്യന്മാരുടെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. ആ ആഗ്രഹത്തിനൊപ്പം ജീവിക്കണ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആൾ പറയണത് തൃപ്പൂണിത്തറയിൽ 35 ലക്ഷം രൂപ 1 സെൻറ്റ് സ്ഥലത്തിൻ്റെ വിലയുള്ള സ്ഥലത്തുനിന്ന് പുള്ളി വീട് വിൽക്കാതെ പോയി വേറെ സ്ഥലത്ത് വീട് കോലഞ്ചേരി പോയി വീട് മേടിച്ചെന്നു. കോലഞ്ചേരിയിൽ. കാരണം പുള്ളിക്ക് പ്രകൃതിനോട് ഇണങ്ങി ജീവിക്കാൻ വേണ്ടി ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പം കോലഞ്ചേരിയിൽ പോയി സ്ഥലം നോക്കിയപ്പോൾ കോലഞ്ചേരിയിൽ ഒരു പാടത്തിനോട് ചേർന്ന് ഒരു സ്ഥലം മേടിച്ച് ഫാമിലി ആയിട്ട് അവിടെയാണ്. എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറയണേ ഇത്ര പൊല്യൂഷൻ ഇതൊന്നും ഇല്ല അവിടെ എന്ത് സ്വർഗമാണെന്നറിയോ. അപ്പം കൂട്ടുകാരന്മാരൊക്കെ കളിയാക്കി നീ ഇത്ര സൗകര്യമുള്ള സ്ഥലത്ത് നിന്ന് നീ അവിടെ പോയി നിൽക്കണേണല്ലേ എന്ന്. ഈ പറഞ്ഞ കൂട്ടുകാരന്മാരൊക്കെ ഈ പൊല്യൂഷനായിരിക്കും തിന്നണത്. പക്ഷെ ഞാൻ എൻ്റെ കുട്ടികളെ സേഫാക്കാനും ആ ഫാമിലിയെ സേഫാക്കാനും ഞാൻ ശാന്തി സമാധാനത്തിൻ്റെ വഴിയിലൂടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി 2-3 ഫോട്ടോസൊക്കെ കാണിച്ചൊന്ന് വീടും. മനസ്സിലായോ? ഇവിടെ 35 ലക്ഷം രൂപക്ക് 1 സെൻറ്റിന് പറഞ്ഞ സ്ഥലത്ത് പുള്ളി അവിടെ 1 സെൻറ്റിന് 1 ലക്ഷം രൂപക്ക് മേടിച്ച് അവിടെ 2.5 ഏക്കർ സ്ഥലം മേടിച്ചെന്ന് പറഞ്ഞ പുള്ളി എൻ്റെ അടുത്ത്. എന്നിട്ട് അവിടെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് അതിന് നടുക്കൊരു വീട് എനിക്ക് കാണിച്ചു തന്നെ. എൻ്റെ പൊന്നെ ഗൈസ്, നമ്മുടെയൊക്കെ സ്വപ്നത്തിലുണ്ടാവൂലേ ആ ഒരു സാധനം. എന്നിട്ട് പുള്ളിനെ നമ്മൾ ടൊയോട്ടയുടെ അവിടെ വണ്ടി സർവീസിന് കൊടുത്തേക്കണായിരുന്നു പുള്ളി. അപ്പോൾ അവിടെ കൊണ്ടേ ആക്കിയിട്ടാ പുള്ളി. എന്നിട്ട് പേരെന്താണ്, വീട് എവിടെയാണെന്നൊക്കെ കുറേയൊക്കെ ചോദിച്ചു. നല്ല മനുഷ്യൻ്റെ, നല്ലൊരു അടിപൊളി മനുഷ്യൻ. ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇനി നിർത്തനാണ് സാറേ, കാരണം ഇനി തൃപ്പൂണിത്തറ സൈഡ് ബ്ലോക്ക്, ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ കുണ്ടന്നൂർ സൈഡ് ബ്ലോക്കാവും, തേവര സൈഡ് ബ്ലോക്ക്, ഈ സമയത്ത് ഷോകുള്ള കേസ്. ഞാനപ്പോൾ നിർത്തനാണ് സാറേ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് ഒരു ട്രിപ്പ് കിട്ടട്ടെ എന്ന് പറഞ്ഞു. ഞാനൊന്നും നോക്കിയില്ല, ഊബർ അങ്ങോട്ട് ഓഫാക്കി. തിരിച്ച് ഇനി വീട്ടിലോട്ട് ഒരു 5 കിലോമീറ്ററിൻ്റെ അടുത്തുള്ളൂ. കാരണം ഇനിയിപ്പോൾ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെയാണ് ട്രിപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റേ ആക്സെപ്റ്റൻസ് റേറ്റ് കുറയും. അത് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രിപ്പ് കിട്ടൽ ശോഭ വരും. അതുകൊണ്ട്
ട്രിപ്പ് നമ്മൾ എടുക്കണില്ലെങ്കിൽ ഓഫാക്കി ഇട്ടേക്കാം ഊബർ, അല്ലെങ്കിൽ പണി കിട്ടും. എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുറേ കൂട്ടുകാരന്മാർ സബ്സ്ക്രൈബർ മച്ചന്മാർ പറയുമായിരുന്നു, എൻ്റെ പൊന്നു ബ്രോ ട്രിപ്പ് എടുക്കണില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടുപ്പിക്കല്ലേ സീനാവെന്ന് പറയുമായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് അപ്പോൾ അറിയില്ലായിരുന്നു, ഞാനപ്പോൾ തുടക്കക്കാരനല്ലേ. പക്ഷെ ഇപ്പം കളി മനസ്സിലായി ഗൈസ്. നമ്മൾ ഊബർ ട്രിപ്പ് എടുക്കണില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓഫാക്കി ഇട്ടേക്കണം. അതിപ്പോൾ ഫുഡ് കഴിക്കാൻ പോയാലും ഒരു ട്രിപ്പ് പോലും നമ്മൾ മിസ്സാക്കരുത്, എല്ലാ ട്രിപ്പും എടുത്തേക്കണം. നമുക്ക് ഓട്ടം വേണമെങ്കിൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് ഇതൊന്നും ആരും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. സോ മാക്സിമം നിങ്ങൾ അതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. ഞാൻ ഈ ഊബർ ആപ്പ് മാത്രമല്ല ഓർഡർ 2100 രൂപ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. 9 മണിക്ക് ഇറങ്ങി 5:30 മണിയായപ്പോൾ പരിപാടി കഴിഞ്ഞു. 2 രൂപ ഒപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 600 രൂപ CNG അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിക്കേണ്ടി വരും, നാളത്തേക്ക് അടിക്കേണ്ടി വരും. 3 വട്ടം CNG ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ 9th ഡേ ഏണിംഗ് ചലഞ്ചിൽ ഇത്രയും രൂപയാണ് നമുക്ക് കിട്ടിയേക്കണത്. സോ ഇന്ന് കിട്ടിയ 2000 പ്ലസ് നമ്മുടെ ഇന്നലത്തെ ഒരു കൂട്ടി ഇതേ ഈ കൂടെ കാണുന്ന ഇത്രയും രൂപ നമ്മൾ 9 ദിവസം കൊണ്ട് ഒപ്പിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഇന്ന് ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ അടിപൊളി കസ്റ്റമേഴ്സ്. 2 പേരുണ്ട് ഇന്ന്, എനിക്ക് 2 പേര് ഇഷ്ടപ്പെട്ടായിരുന്നു. അതായത് നമ്മുടെ എഡിറ്റർ മേഡത്തിന് ഇഷ്ടപ്പെട്ടായിരുന്നു, പിന്നെ ഈ സാറിന് ഇഷ്ടപ്പെട്ടായിരുന്നു കോലഞ്ചേരി. എന്തായാലും രണ്ടും കട്ടൊക്കെ നിൽക്കണ കസ്റ്റമർ ആയിരുന്നില്ല. കസ്റ്റമറെ നിങ്ങൾക്ക് നമ്മുടെ ഫാൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. വണ്ടി ഓടിപ്പോണ്ട, അപ്പോൾ പോയി ഇടിച്ചാനേ കൊണ്ടുവരാം. അയ്യോ ഗൈസ്, ഞാൻ പറയില്ലേ എല്ലാം കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞപ്പോൾ 6:12 ബൈ ടയർഡായിട്ടാ.